ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് ലീവുള്ള ദിവസം. ഈ ലീവുള്ള ദിവസം വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ഉറങ്ങിയെണിച്ചതും താഴെ ഫുൾ ഇങ്ങനെ കോട മൂടി നിൽക്കുമായിരുന്നു. ഈ ഊട്ടിയിലോ മൂന്നാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണില്ല, അതുപോലെ ഞാനിവിടെ എത്തിയിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. പുറത്ത് ഭയങ്കര തണുപ്പായിരുന്നെങ്കിലും അകത്തിരിക്കുമ്പോൾ നമുക്ക് തണുപ്പ് അത്ര അറിയുന്നില്ല. ഒരു ചൂട് പോലെ തന്നെയാട്ടോ തോന്നുന്നത്. രാവിലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. കഴിഞ്ഞ മിഥുനമാസം 1-ാം തീയതി ഞാൻ അമ്പലത്തിൽ പോയതൊക്കെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ തണുപ്പ് പോലും നോക്കാതെ വേഗം പോയി കുളിച്ചു. ഈ 12 മാസങ്ങളിലെ പുണ്യമാസമായിട്ടുള്ള ഈ രാമായണ മാസത്തിന് നാട്ടിലെല്ലാവരും തുടക്കം കുറിച്ച പോലെ ഞാനും തുടക്കം കുറിച്ചു ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ പോകുമ്പോൾ വാങ്ങിച്ച കണ്ണനാ. പിന്നെ അതോടൊപ്പം തന്നെ തിരുനൂലും ചന്ദനത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊരു കാര്യം മിസ്സിങ്ങാ. കണ്ണൻ്റെ അടുത്ത് എന്താ ആപ്പിളിന് കാര്യമൊന്നും ആരെങ്കിലും ചിന്തിച്ചോ? ഇന്ന് ലീവായതുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതാരാണെന്ന് പറയണമെങ്കിൽ എനിക്കൊരു കഥ പറയേണ്ടി വരും. അയ്യോ, അതിനു മുന്നേ എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന തക്കാളിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് ഇതിപ്പോൾ ഒരു കല്ല് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഇത് അലിയിച്ചെടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇനിയിപ്പോൾ ഈ തക്കാളിയുടെ കാര്യത്തിലൊരു തീരുമാനമായ അവസ്ഥയ്ക്ക് നമുക്ക് ജർമ്മൻ തക്കാളി വെച്ചെന്ന് കറി ഉണ്ടാക്കാം. അപ്പം ഇനി കഥ പറയാൻ തുടങ്ങാം. പുതിയൊരു സ്ഥലത്ത് പുതിയ കുറേ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിപ്പെട്ട എനിക്ക് ഒരു സഹായത്തിന് പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ് ചില ദിവസങ്ങളിലൊക്കെ. എന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഒന്ന് സഹായം ചോദിച്ചു പോയാൽ അവർ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. നാട്ടിൽ നിന്ന് വരുന്ന സമയത്തിന് സമ്മറിന് ഭാഗമായിട്ടുള്ള ഷൂവും ചെരുപ്പൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞ് സമ്മറിന് ഭാഗമായ പോലെ എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെയുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കാലൊക്കെ ടൈറ്റുള്ള ഷൂ ഇട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈൻ വഴി ഞാൻ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല. അക്കൗണ്ട് വഴി തന്നെ പേയ്മെൻറ്റ് നടത്തണം. പക്ഷേ അക്കൗണ്ട് വഴി പേയ്മെൻറ്റ് നടത്താനാണെങ്കിൽ എനിക്ക് അക്കൗണ്ടും ഇല്ല. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഉള്ള അവസ്ഥയ്ക്ക് ആരുടെങ്കിലും അക്കൗണ്ട് വഴി ഒന്ന് കൊടുപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ ഈ പൈസ കൊടുക്കുക എന്നുള്ള പ്ലാനിൽ ഞാൻ കുറേ പേരുടെ അടുത്ത് തന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ പ്രശ്നം പറയുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആഫ്രിക്കയിൽ നിന്നുള്ളൊരു ചേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നത്. ഇന്ത്യക്കാരിയാണെന്ന് മനസ്സിലായതുകൊണ്ടാട്ടോ എൻ്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനെങ്കിലും ആ പുള്ളി വന്നത്. കാരണം ആൾക്ക് ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത്രേ. അങ്ങനെ ആളുടെ അക്കൗണ്ട് വഴി പേയ്മെൻറ്റ് നടത്തി എനിക്ക് സാധനം ഓർഡർ ചെയ്ത് തന്നു. ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇങ്ങനെ പോലും ഒരാളും ചെയ്തു തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 യൂറോൻ്റെ സാധനമായിരുന്നു എനിക്ക് ഓർഡർ ചെയ്ത് തന്നത്. എൻ്റെ കയ്യിലുള്ള 10 യൂറോ ഞാൻ തിരികെ കൊടുത്തപ്പോൾ ആൾ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നല്ലുള്ളൂ, നിനക്ക് ഈ പൈസയുടെ ആവശ്യം ഉണ്ടാവും, നീ വെച്ചോന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെയും കുറേ നിർബന്ധിച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അടുത്തുള്ള സിറ്റിയിൽ പോയിട്ട് ഒരു ഐസ് വാങ്ങിച്ച് കഴിച്ചോ. എന്നിട്ട് ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ഈ പ്രായത്തിൽ ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്ന് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിനക്കാണ് ഈ പൈസയുടെ ആവശ്യം, നീ വെച്ചോ എന്ന്. ഇതാണ് ലൂണ. ജർമ്മൻ അടുക്കളയിൽ പുതിയൊരു മണം കേട്ടപ്പോൾ ഓടിയെത്തിയതാ. പിന്നെ എൻ്റെ കൂടെ ഞാൻ എൻ്റെ കുക്കിംഗ് കഴിയുന്നവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ എനിക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി തരണം, എനിക്ക് ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ലീവുള്ള ഒരു ദിവസം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് റോസി പറയുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിൽ വിളിച്ച് ഫുഡ് കൊടുക്കാമെന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ഷോക്കായി. കാരണം നമ്മുടെ വീട് എന്നെയും കൂടെ ഇപ്പോൾ ഇവർ ഇവിടുത്തെ ഒരു അംഗമായിട്ട് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് പുള്ളിക്കാരനെ വീട്ടിലോട്ട് ക്ഷണിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്നെക്കാളും ടെൻഷനായിരുന്നു എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും. എന്നെക്കാളും ടെൻഷൻ അവർക്ക് രണ്ടുപേർക്കും ആയിരുന്നു. എന്തായി എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്തോ പ്രോ ഷെഫാണെന്നൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. ഇതെന്തായാലും എനിക്ക് അഭിമാന നിമിഷം തന്നെ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണല്ലോ. ഇവർക്ക് നമ്മളെപ്പോലെ അത്ര എരിവൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് എരിവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് ആ ചേട്ടൻ ഓക്കെ ആയിരുന്നു. അവരുടെ നാട്ടിൽ ഇതുപോലെയൊക്കെയാണ് ഏകദേശം എരിവിടുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ജർമ്മൻസിന് ഇത് ഭയങ്കര എരിവായിട്ടാണ് തോന്നിയത്. ഇതുവരെ ജർമ്മൻ ഫുഡ് നിറഞ്ഞു നിന്ന ടേബിളിലേക്ക് ഇന്ന് ഇന്ത്യൻ ഫുഡും കടന്നു ചെന്നിരിക്കുകയാണ്. ഇവരെല്ലാം ഇന്ത്യൻ ഫുഡിൻ്റെയും ഫാനായിപ്പോൾ. ഇവിടെ എല്ലാവരും ഇല്ലെങ്കിലും ചിലരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഹൈജീനിക് അല്ലാത്തൊരു പ്ലേസ് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനും കൈകൊണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇവർക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ എന്നെ കുറേ സ്പൂണിലൊക്കെ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഇന്ത്യൻ ഫുഡ് ഇതുപോലെ കയ്യിൽ തന്നെ കഴിക്കണമെന്ന്. അതിനനുസരിച്ച് കയ്യിലും അവർ കഴിച്ചു നോക്കി.
റൂമിൻ്റെ ഉള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാത്തത്, നെറ്റിയിൽ പൊട്ടു തൊടുന്നതും വിളക്ക് കൊളുത്തുന്നതും, എന്തിന് താഴെ പോയിട്ട് സാധനം എടുക്കുമ്പോൾ തൊട്ട് നിറകിൽ വെക്കുന്നത് പോലും ഇവർക്ക് അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. Also siehst du, gut, dass ich nicht nach Indien kann. Right, okay. Curd biryani and the meat is ചിക്കൻ. chicken. Chicken. Curd biryani. Yeah. Malay alam. Yeah. Nani. It's really good. Yeah. ഇത്ര നേരമായിട്ട് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞു, ഈയിടെയായിട്ട് മൊത്തം അബദ്ധങ്ങളാണ്. പുള്ളിക്കാരുടെ പേരാണ് ബ്രൈൻ, അങ്ങനെ എന്തോ ആണ്. എനിക്ക് വിളിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് ബ്രെയിൻ എന്നാണ്. കണ്ടില്ലേ, വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ വെർട്ടിക്കലായിട്ടാ, ഹൊറിസോണ്ടലായിട്ടല്ലേ എടുക്കേണ്ടത്. മൊത്തം അബദ്ധങ്ങളാ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഫ്രണ്ട്? നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് നന്ദിയും പറഞ്ഞിട്ട് ആള് പോയത്. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കടന്നു. ഒരു ബിരിയാണി കഴിച്ചാൽ പിന്നെ ഒരു നാരങ്ങ വെള്ളം, അത് മസ്റ്റാണല്ലോ. ജർമ്മനിയിൽ എത്തിയിട്ടുള്ള ഈ ഒരു 10-12 ദിവസം കൊണ്ടേ ഏതെങ്കിലുമൊക്കെ ഒരു ബ്രെയിൻ എവിടെയെങ്കിലുമൊക്കെ എന്നെ ഇതുപോലെ സഹായിക്കാനുണ്ടാവും. ഏത് നാട്ടിൽ പോയാലും കുറച്ച് നല്ലവരായ മനുഷ്യരും ഉണ്ടാവുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.